ശരിക്കും വളരെ ദുഃഖത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരെന്ന് പറയുന്നതിൽ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലാതായി പോകും. ശരിക്കും നമ്മളൊക്കെ സാലറി വരുന്നുണ്ട്, ശമ്പളം വാങ്ങുന്നുണ്ട്, 1-ാം തീയതി ശമ്പളം തരുന്നുണ്ട്, നമ്മളത് കൈപ്പറ്റുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ, ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഞാനിങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു പയ്യനെ, നോർമലി നമ്മളുണ്ടായിരിക്കില്ല, ചിലപ്പോൾ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൂട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കലുണ്ടായി. ആ കളിയാക്കി കഴിഞ്ഞപ്പോൾ അന്ന് അവിടുന്ന് പിരിഞ്ഞു പോയി സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തി. അന്നൊരു 6 മണി 6:30 സമയമായപ്പോൾ, അതായത് ഒരു ഏകദേശം ഒരു നേരം ഇരുട്ടുന്ന സമയത്ത് ആ പയ്യനും ഉപ്പയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഉപ്പയും കൂടി വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോനിങ്ങനെ കുട്ടികളെ കൂട്ടത്തിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഈ കുട്ടിക്ക് നാളെ സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര മടിയുണ്ട്, അവന് സ്കൂളിൽ പോകില്ല എന്നൊക്കെയാണ് മോൻ പറയുന്നതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ എന്ത് ചെയ്തു, അവിടെ കുഴപ്പമൊന്നുമില്ല, ആ മകനെ വിളിച്ച് ആശ്വസിപ്പിച്ചു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, രണ്ടാളും കൈ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഷെയ്ക്കാനൊക്കെ കൊടുപ്പിച്ചു. പരിപാടി കഴിഞ്ഞു. ഞാനത് ഒരിക്കലും അവനെ നിരുത്സാഹപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവനെ മാനസികമായിട്ട് വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല, നമ്മളൊരു സ്വാഭാവികത രീതി ചെയ്താണ്. അതവിടെ കഴിഞ്ഞു. അന്ന് രാത്രി ഒരു 8-8:30 ആയപ്പോഴേക്കും എൻ്റെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ശരിക്കും സേദിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആൾ ആരാണെന്ന് അറിയുമെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയത് ഉമ്മാനെ നോക്കി ഉപ്പാനെ നോക്കി, ഇപ്പം അടുത്തുണ്ട്. അതെ, ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് ഏറ്റവും കൂടുതൽ വേദനിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയല്ലേ ആ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മകൻ ഒരു നേരം ഒന്ന് കണ്ണ് വാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖമൊന്ന് വാടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കൽ ആ ഉമ്മക്ക് ഉപ്പക്കാണ്. മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത് എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന സംഭവം തന്നെയാണ്. എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്, എത്രമാത്രം എനിക്ക് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്ന അറിയില്ല. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഒന്ന് നമ്മൾ പാരൻറ്റിങ് പാരൻറ്റിങ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത്, ഈ നമ്മുടെ മരണപ്പെട്ട വ്യക്തിക്കും നമ്മുടെ ബിഹിറെന്ന നമ്മുടെ പൊന്നു മോനും ഒരു 15 വയസ്സേ ഉള്ളൂ. ഏകദേശം അത് ചെയ്ത വ്യക്തികൾക്ക്, അല്ലെങ്കിൽ റാഗ് ചെയ്തത് അല്ലെങ്കിൽ കളിയാക്കിയ വ്യക്തികൾക്കും, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിൽ പലതും നമുക്കത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ വീഡിയോസ് ആ മിഹിറിൻ്റെ കസിൻസൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒന്നുകൂടി വിഷമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് പൂർണ്ണമാക്കുന്നില്ല. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് മിഹിറിനെ ചെയ്തതെന്ന്. അപ്പോൾ അവർക്കും അതേ ഏജ് തന്നെ ഉള്ളൂ. ഇവിടെ ആരെ ശിക്ഷിക്കണം എന്ന് നമുക്കറിയില്ല. ഇവിടെ രണ്ട് വ്യക്തികളാണ് ഇത് അറിയേണ്ടത്. ഒന്ന് അധികൃതർ, അതായത് ഈ പബ്ലിക് സ്കൂള് അധികൃതരോട് ഒരുപാട് വട്ടം ഈ കാര്യം പറഞ്ഞു അത്രേ, എന്നിട്ടും ഇത് കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ്. അവിടെ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് അത് ആ സ്കൂളിലെ അധ്യാപകർക്കാണ്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും കണ്ട ഭാവം നടിക്കാതെ, ചിലപ്പോൾ റെപ്യൂട്ടേഷന് ബാധിക്കുമായിരിക്കും, നിങ്ങളുടെ സ്കൂളിനെ ബാധിക്കുമായിരിക്കും. പക്ഷെ ഒരുത്തൻ്റെ ജീവനേക്കാളും വലുതല്ലല്ലോ നിങ്ങളുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ. നിങ്ങൾ ഒരുത്തൻ്റെ ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടാണോ ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കുന്നത്? എന്തർത്ഥമാണുള്ളത്? അധ്യാപകൻ എന്ന് പറയുന്നതിലപ്പുറം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഒരാൾ എത്രത്തോളം മാനസികമായി വിഷമിച്ചിട്ടാണെന്നറിയോ സ്വയം മരണം അടയാന്നുള്ളത് അറിയോ? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ സ്വാഭാവികമായിട്ട് മരിക്കും, അപകട മരണങ്ങളുണ്ടാവും, സ്വാഭാവികത. പക്ഷെ നമ്മുടെ സ്വന്തം ജീവൻ നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആവട്ടെ, നിങ്ങൾ തന്നെ ആവട്ടെ, ഇത് കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും, കണ്ടില്ല എന്ന് നടിച്ചവർക്കും കേട്ടില്ല എന്ന് നടിച്ചവർക്കും അറിഞ്ഞില്ല എന്ന് നടിച്ചവർക്കും നിങ്ങൾ ഒരു നേരം ചിന്തിക്കുക, നിങ്ങളുടെ മകനാണ് ഈ മിഹിറെങ്കിൽ, നിങ്ങളുടെ മോനാണ് ഈ മിഹിറെങ്കിൽ നിങ്ങൾ ഇതായിരുന്നു ചെയ്തത്. സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കുമായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ ഈ സ്കൂൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ്, അങ്ങനെ നോക്കുമായിരുന്നു നിങ്ങൾ. എൻ്റെ മക്കളോട് ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ മിഹിറിൻ്റെ ഉമ്മയോട് എനിക്ക് പറയാൻ എത്ര അർഹനാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും ആ മക്കൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. കാരണം അവരും ചെറിയ മക്കൾ തന്നെയാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് ജയിൽവാസം നേടിക്കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മിഹിറിനെ തിരിച്ച് കിട്ടില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ചെയ്യാൻ കഴിയുന്നത്, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്നത്, ഇനിയൊരു മിഹിർ ജനിക്കാതിരിക്കട്ടെ. ഒരുപാട് ഹാഷ്ടാഗുകൾ ഇനിയും വരുമെന്നറിയാം, ഇനിയും ഹാഷ്ടാഗുകൾ ഇങ്ങനെ വരും. പക്ഷേ ഇനിയൊരു ഹാഷ്ടാഗുകൾ റാഗിങ്ങിൻ്റെ പേരിലോ മറ്റൊന്നിൻ്റെ പേരിലോ ഒന്നും വരാതിരിക്കട്ടെ. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഇതെൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, എൻ്റെ സ്റ്റുഡൻറ്റിനാണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സ്കൂളിൽ അങ്ങനൊരു സംഭവം ഒരു വട്ടമേ കേൾക്കൂ, രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു വാക്ക് കേൾക്കില്ല. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല, ആരെയും സസ്പെൻഡ് ചെയ്യുകയല്ല, അല്ലെങ്കിൽ ആരെയും പുറത്താക്കല്ല, അവിടെ ആ കുട്ടികൾ തന്നെ ഒരുമിച്ച് കളിച്ച് വളരുമായിരുന്നു ആ സ്കൂളിൽ തന്നെ.
ഇന്നും മെഹർ ജീവിച്ചിരിക്കുമായിരുന്നു. ഇനിയൊരു മെഹറും ഇവിടെ ഇല്ലാതിരിക്കട്ടെ, ഇനിയൊരു മെഹറും ഇവിടെ വളരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊരു റാഗിങ്, ഇനിയൊരു കേസ് ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനൊരു ബുള്ളിങ് എന്നുള്ള പരിപാടി ഇല്ലാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ബൈ.